ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് 12-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. 12-ാം അധ്യായത്തെ നമുക്ക് 5 സെക്ഷനായിട്ട് നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാർത്ഥമായ ആരാധന എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാം. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാർത്ഥമായ ആരാധന, 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം കർത്താവിന്റെ ട്രയംഫൽ എൻട്രി അല്ലെങ്കിൽ രാജകീയ പ്രവേശനം, യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ മരണത്തിന്റെ പ്രസക്തിയും വിശ്വാസത്തിനുള്ള ആഹ്വാനവും. 20 മുതൽ 36 വരെ മരണത്തിന്റെ പ്രസക്തിയും വിശ്വാസത്തിനുള്ള ആഹ്വാനവും. 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ അവിശ്വാസത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്നു. 37 മുതൽ 43 വരെ അവിശ്വാസത്തിന്റെ കാരണങ്ങൾ. 44 മുതൽ 50 വരെ അന്ത്യ ന്യായവിധി സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നു. ഈ നിലയിലാണ് നമുക്ക് 12-ാം അധ്യായത്തെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ അധ്യായത്തെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മശിഹായുടെ മഹത്വവും ലോകത്താലുള്ള തിരസ്കരണം, അതാണ് പ്രധാനമായിട്ട് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെ സീൻ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തോടു കൂടി കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തീർന്ന് തുടർന്നുള്ള ആദ്യത്തെ ഈ ഒരു 12-ന് 1 തൊട്ടുള്ള വാക്യങ്ങൾ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പ്രൈവറ്റ് ആയിട്ട് കർത്താവ് തന്റെ മരണത്തിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിനെ അവർ വീണ്ടും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും കർത്താവ് അവിടെ നിന്ന് മാറുന്നതുമായ ചിത്രമാണ് 11-ാം അധ്യായം അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അവര് യഹൂദന്മാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്, യേശു എവിടെയുണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കണം എന്ന ഒരു സൂചന കൊടുത്ത് അവർ മാറുകയാണ്. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് യോഹന്നാൻ 12-ാം അധ്യായം ആരംഭിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് കർത്താവ് വീണ്ടും ബഥാന്യയിലേക്ക് വരുന്നു. ബഥാന്യയുടെ ഭവനം നമുക്കറിയാം, ലാസറും മാർത്തയും മറിയയും, ആ ഒരു 3 കുടുംബം യെരുശലേമിൽ നിന്ന് കർത്താവിന് ഏറ്റവും അടുത്ത് ഉള്ള ഒരു പട്ടണവും കർത്താവിന് ഏറ്റവും സ്വാഗതമരുളിയ, കർത്താവിനൊരു സങ്കേതമായിരുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് ഈ ഭവനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ വിഷയത്തെ ആദ്യത്തെ 11 വാക്യങ്ങൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ പല വിഷയങ്ങൾ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അതിനെ ആത്മാർത്ഥമായ ആരാധനയുടെ അനുഭവം എന്നാണ് നമുക്ക് ശരിയായ നിലയിൽ ഒന്ന് പറയുവാനായിട്ട് കഴിയുക. പെസഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്ഷ്യൻ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിച്ച ഓർമ്മയുടെ പെരുന്നാൾ, അല്ലെങ്കിൽ അവർ ആ വിഷയത്തെ വിടുതലിനെ ഓർക്കുന്ന ദിവസമാണ് പെസഹ എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ലോകമെമ്പാടും ചെതറിപ്പോയിരിക്കുന്ന യഹൂദന്മാർ പെസഹായ്ക്ക് അവർ യെരുശലേമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവും താൻ ഭൂമിയിലായിരുന്നപ്പോൾ പെസഹായ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലെങ്കിൽ പെസഹ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പരിചയപ്പെടുത്തുന്ന വിഷയം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് കർത്താവ് ബഥാന്യയിലേക്ക് വരുന്നു. അവിടെ നടക്കുന്ന സംഭവമാണ് ആദ്യത്തെ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നത്. ആ വിഷയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് എന്താണ് ആത്മാർത്ഥമായ ആരാധന, അല്ലെങ്കിൽ ദൈവം സന്നിധിയിൽ നമ്മളും ആരാധനയെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നവരും ആരാധിക്കുന്നവരൊക്കെയാണ്. എന്നാൽ ആരാധനയിൽ യഥാർത്ഥമായ നിലയിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും കുറിക്കൊള്ളുവാൻ മതിയായ വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
ഇവിടെ അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 11-ാം അധ്യായത്തിൽ ഇവരെ കാണുന്നുണ്ട്. ഈ മാർത്ത, മറിയ, ലാസർ, ഈ 3 വ്യക്തികൾ കർത്താവിന്റെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. സുവിശേഷകന്മാര് ലൂക്കോസ് ചരിത്രമായിട്ട് ആ വിഷയം എഴുതുമ്പോഴും ലൂക്കോസും ഇവരുടെ ഈ ജീവിതത്തെയും കർത്താവിനോടുണ്ടായിരുന്ന അവരുടെ വിധേയത്വത്തെയും വളരെ പ്രാധാന്യത്തോടെ എടുത്ത് പറയുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും, 10-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിച്ചു എന്നാണ് ലൂക്കോസ് 10:42 നാം വായിക്കുന്നത്. അപ്പൊ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ഒരു കുടുംബം. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനോട് അവർക്കുണ്ടായിരുന്ന ആ ഒരു പ്രതിപത്തി അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ വിധേയത്വത്തിന്റെ മനോഭാവത്തെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തില് എടുത്തു കാണിക്കുന്നതിന് ഉദ്ദേശം, നാം എല്ലാവരും വിശ്വാസികളാണെങ്കിലും കർത്താവിനോടുള്ള നമ്മുടെ വിധേയത്വം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, നമ്മുടെ സമർപ്പണം, ഈ വിഷയത്തിന് കർത്താവ് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഏറെ ക്ഷമിച്ച് കിട്ടിയവൻ ഏറെ സ്നേഹിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവിനെ നാം എത്രത്തോളം അനുഭവിച്ചറിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നമ്മളോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസ് 10:42 വരുമ്പോൾ ഈ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കുന്നു. അവിടെ മാർത്ത ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും വേണ്ട കരുതൽ ചെയ്യുകയും ചെയ്യുന്നു മാർത്ത. ഇവിടെ ഈ 12-ാം അധ്യായം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോഴും 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. അപ്പൊ മാർത്തയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരം അല്ലെങ്കിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് തന്റെ നിയോഗമായിട്ട് മാർത്ത കണ്ടു. മറിയ കണ്ടത് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനം പഠിച്ചതിന്റെ വെളിച്ചത്തിൽ മറിയയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ അതിന്റെ പ്രതികരണമാണ് 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇവിടെ ദൈവസന്നദ്ധിയിൽ പല നിലകളിൽ നമുക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കാം. എന്നാൽ സമർപ്പണം, മറിയ എത്രത്തോളം കർത്താവിനെ മനസ്സിലാക്കി കർത്താവിന് തന്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്നതിന്റെ ബാഹ്യമായ ഒരു പ്രദർശനമായിട്ട് ഇത് നിൽക്കുന്നു. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നുള്ളതാണ്. ഇത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സൗരഭ്യം പകരുന്ന അനുഭവം എന്ന് പറയുന്നത് ആരാധനയുടെ അനുഭവമാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായി നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. എങ്കിലും നമ്മൾ ഈ പഠനത്തുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോൾ, ഒരു വ്യക്തിയുടെ അക്കാലത്ത് ഒരു വ്യക്തിയുടെ 1 വർഷത്തെ ജോലിക്കുള്ള ശമ്പളം, അതാണ് 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മറിയ തന്റെ 1 വർഷത്തെ അധ്വാനത്തിന്റെ ഫലം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് കർത്താവ് പ്രത്യേകിച്ച് പറയുന്നത്. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇവിടെ മറിയ ഈ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം ശ്രദ്ധിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ, അവിടെ 11-ാം അധ്യായത്തിൽ നമ്മൾ ആ വിഷയം ശ്രദ്ധിച്ചു, നീ ദൈവപുത്രനായി ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാർത്ത കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ ഉപദേശത്തിൽ നിന്നും കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും ഇവർ മനസ്സിലാക്കിയെടുത്തൊരു വിഷയം, വാഗ്ദത്ത മശീഹ കർത്താവാണ് എന്നുള്ള വിഷയം മറിയയ്ക്കറിയാം. അതുകൊണ്ട് ആരാധനാ വിഷയമായിരിക്കുന്ന കർത്താവിനെ ആരാധിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം മറിയയുടെ ഹൃദയത്തിൽ ഉടലെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മറിയ അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെന്ന കർത്താവെ സ്തോത്രം എന്ന് വെറുതെ പറയുകയല്ല അവൾ ചെയ്തത്. അവൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ, ഒരുക്കത്തോടുകൂടി ചെലവ് ചെയ്തുകൊണ്ടാണ് അവൾ കർത്താവിനെ ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, വെറും കൈയോടെ ആരും എൻ്റെ സന്നിധിയിലേക്ക് വരരുത്. ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന വ്യക്തമായ ഒരു കൽപ്പനയാണ്, ഒരു യാഗവസ്തു കയ്യിലില്ലാതെ ആരും ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന് മുമ്പിലേക്ക് വരുവാനായിട്ട് പാടില്ല. വെറും കൈയോടെ ആരും എൻ്റെ സന്നിധിയിൽ വരരുത്. അത് കർത്താവിന്റെ ഒരു നിർദ്ദിഷ്ട കൽപ്പനയാണ്. അപ്പോൾ ഇവിടെ മറിയ, യഹൂദ പാരമ്പര്യമുള്ള ഈ കുടുംബം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ചെയ്ത പ്രവൃത്തി, ഏറ്റവും വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം, ഏറ്റവും സൗരഭ്യമുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള തൈലം ഇവൾ കർത്താവിന്റെ കാലിൽ പൂശുവാനായിട്ട് ഇവൾ ശ്രദ്ധിച്ചു. മറ്റൊരു വേദഭാഗങ്ങളിൽ കർത്താവിന്റെ തലയിൽ പൂശുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ വേദഭാഗത്ത് മറിയ ചെയ്ത പ്രവൃത്തി കർത്താവിന്റെ കാലിൽ ഈ തൈലം പൂശുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് വളരെ
കോസ്റ്റ്ലി ആയിട്ടുള്ള, ചെലവേറിയതായിട്ടുള്ള, വില കൂടിയതായിട്ടുള്ള ഒരു സമർപ്പണമാണ്. വെറും കൈയോടെ ആരും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് കർത്താവിന്റെ പ്രമാണം. അപ്പൊ കർത്താവിനെ മനസ്സിലാക്കിയ, യേശുക്രിസ്തു ആരാണ് എന്നത് മനസ്സിലാക്കിയ മറിയ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് തന്നെ താൻ ഒരുക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയം. അപ്പൊ നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ, മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാഴിക വന്നിട്ടില്ല എന്ന് കർത്താവ് ഇതിനു മുമ്പ് പല പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ മറിയ ഈ സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മറിയയ്ക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ കർത്താവിന്റെ ആ ഒരു യാത്രയുടെ, അല്ലെങ്കിൽ താൻ യാഗമായി തീരുവാനായിട്ട് പോകുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവൾ ഇതെന്റെ ശവസംസ്കാരത്തിന് വേണ്ടി സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ഇസ്കറിയാത്ത യൂദയോടാണ് ആ വിഷയം പറയുന്നത്. എന്നാൽ നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ടുള്ള പാഠം എന്ന് പറയുന്നത്, മറിയയുടെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ ആരാധിക്കുവാനായിട്ടുള്ള ഒരു ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പഴയ നിയമ ഭക്തന്മാരൊക്കെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ഒരു മനോഭാവം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്നും സഹോദരനോട് സംസാരിച്ചപ്പോൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിലയിൽ വരണം. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഇത് ഓർക്കെ അന്ന് ഇന്നത്തെ വിഷയമായിട്ട് അത് വളരെ മാച്ചിങ് ആയിട്ട് ദൈവാത്മാവിന്റെ ഒരു ആലോചനയായിട്ട് വന്നു. നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ഏറ്റവും വിലയേറിയ, ഏറ്റവും യോഗ്യമായ, ഏറ്റവും മെച്ചമായ വസ്ത്രം ധരിച്ച് ഏറ്റവും മെച്ചമായ നിലയിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് വരണം എന്നുള്ളത് കർത്താവിന്റെ ഒരു റിക്വയർമെന്റ് ആണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവിന്റെ പ്രതീക്ഷയും അതാണ്. അപ്പൊ വെറും കൈയോടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ മറിയ തന്റെ ഒരു വർഷത്തെ അധ്വാനം, അത് നിസ്സാര ഒരു വിഷയമല്ല. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് അന്ന്. അത് ഈ ദൈവസന്നിധിയിൽ കർത്താവിന്റെ അവൾ ഒഴിക്കുന്നത് എന്താ? കർത്താവിന്റെ കാലിലാണ് അത് ഒഴിക്കുന്നത്. അതിൻ്റെയൊക്കെ റിയാക്ഷൻസ്, അതിന്റെ ഒരു പ്രതികരണം നമ്മൾ അവിടെ തന്നെ കാണുന്നുണ്ട്. ഈ കർത്താവിന്റെ പാദത്തെങ്കിൽ ഇത്രയും വിലയേറിയ തൈലം ഒഴിക്കേണ്ട ആവശ്യകത എന്ത് എന്ന ചോദ്യം അവിടെ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിരിക്കുന്ന ഒരു മനുഷ്യന് ഈ തൈലാഭിഷേകം ഒരു പാഴ്ചെലവാണ്, വെറും ചെലവാണ്. എന്നാൽ മറിയെ സംബന്ധിച്ച് ഇത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, താൻ ദൈവമായിട്ട് ആരാധിക്കുന്ന, വാഗ്ദത്ത മശീഹയായിരിക്കുന്ന, ദൈവപുത്രനായിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ അത് അർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്വകരമായ, ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ 2 ശമൂവേൽ 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് കർത്താവിനെ ആരാധിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അവിടെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കില്ല. നമുക്കറിയാവുന്ന പശ്ചാത്തലമാണ്. ദാവീദ് രാജാവ് യഹോവയ്ക്ക് ഒരു യാഗം അർപ്പിക്കുവാനായിട്ട് താൻ പാപം ചെയ്തതിന് ശേഷം ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ, യഹോവയുടെ കൈകളിൽ തന്നെ വീഴുക അവന്റെ കരുണ വലിയതല്ലോ എന്നാണ് അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതിനുശേഷം ദാവീദ് ചോദിക്കുന്നത്, ഞാനല്ലോ പാപം ചെയ്തത്, ജനത്തെ ശിക്ഷിക്കരുത്, ഈ ആടുകളെ ശിക്ഷിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം കർത്താവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ കൃത്യനായിരിക്കുന്ന വ്യക്തി പറയുന്ന വിഷയമാണ്, എൻ്റെ യജമാനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന്, ജനത്തെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ഞാൻ വരുന്നു. അപ്പോൾ യഹോവയ്ക്കൊരു യാഗപീഠം അർപ്പിക്കുവാനായിട്ട്, യാഗം അർപ്പിക്കുവാനായിട്ട് ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ദാവീദ് ചെല്ലുമ്പോൾ, ആ ദൈവത്തിന് യാഗം അർപ്പിക്കുവാനാണ് ആ സ്ഥലം എന്ന കാരണത്താൽ അത് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് എടുത്തുകൊള്ളുവാൻ ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് പറയുന്ന ഒരു മനോഭാവം, എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതേ വിഷയം തന്നെ 1 ദിനവൃത്താന്തം 21-ന്റെ-24 നമ്മൾ വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 21-ന്റെ-24 അവിടെ ഒരു വാക്കുകൂടെ എടുത്ത് ആയിട്ടാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് ദാവീദ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിനക്കുള്ളത് ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന വ്യക്തിക്ക് അവകാശപ്പെട്ടത് സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ അത് അവന്റെ പേരിലുള്ളതാണ്. ദാവീദ് വിലയ്ക്ക് വാങ്ങുമ്പോഴാണ് അത് ദാവീദിന്റെ അവകാശമായി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എത്രയേ ഉള്ളൂ: ആരാധന ദൈവസന്നിധിയിൽ വ്യക്തിപരമാണ്. ഓരോ വ്യക്തികളും ദൈവത്തോടുള്ള അവന്റെ വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാഗം അർപ്പിക്കുന്നത്. അത് ചെലവ് കൂടാതെ അർപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി
ചെലവ് ചെയ്യേണ്ട ഒരവസ്ഥ, ചെലവോടുകൂടി, അല്ലെങ്കിൽ കോസ്റ്റ്ലി വർഷിപ്പാണ്. വർഷിപ്പ് ഈസ് കോസ്റ്റ്ലി എന്ന് നമുക്ക് പറയാം. ആരാധന ചെലവേറിയ ഒരു വിഷയമാണ്. അത് എങ്ങനെയും ചെയ്യേണ്ട ഒരു വിഷയമല്ല, അതിന് റിക്വയർമെന്റ്സ് ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപാ കാലയളവായതുകൊണ്ട് ഇത് എങ്ങനെയും ഒക്കെ ആകാം എന്നൊരു ചിന്ത പല വിശ്വാസികൾക്കും വന്ന് ഭവിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃപാ കാലയളവായതുകൊണ്ട് നമുക്ക് എങ്ങനെയും ദൈവസന്നിധിയിലേക്ക് ചെല്ലാം എന്നൊരു ചിന്ത ആധുനിക തലമുറയെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സഭകൾ അത് മൗനമായിട്ട് പലതും അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ നാം ഓർത്തതുപോലെ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കാണുവാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിനൊരു പ്രോട്ടോകോൾ, ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. നമുക്ക് എങ്ങനെയും ചെല്ലുവാനായിട്ട് പറ്റത്തില്ല, അതിനൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. എന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം ദൈവം വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായും ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി അത് ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുവാനായിട്ട് നമുക്കിടയാകണം. ഇവിടെ മറിയ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവളുടെ പെരുമാറ്റച്ചട്ടം, അല്ലെങ്കിൽ അവൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച, അല്ലെങ്കിൽ കർത്താവിനോടുള്ള സംസർഗത്തിൽ നിന്ന്, അവൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ വായ്മൊഴിയിൽ നിന്ന് പഠിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ കാര്യങ്ങളെ വിശകലനം ചെയ്തപ്പോൾ, പെസഹായിക്ക് 6 ദിവസം മുമ്പ് കർത്താവ് തന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ അവൾ വളരെ ആദരവോടെ അത്താഴ വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അത്താഴ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ കൃപാവരപ്രകാരം മാർത്ത എന്ത് ചെയ്യുക? അവൾക്ക് ലഭിച്ച ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ കർത്താവിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. മാർത്ത അത് വിശ്വസ്തയോടെ ചെയ്യുന്നു. അവൾ കേവലം സെർവ് ചെയ്യുക മാത്രമല്ല, കർത്താവിനെ കുറിച്ച് അവൾക്കും മറിയെ പോലെ വ്യക്തമായ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു എന്ന് നമ്മൾ 11-ാം അധ്യായത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മറിയ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവ് വന്ന് പന്തിയിലിരിക്കുമ്പോൾ, പന്തിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുണ്ട്, ലാസറുണ്ട്, 12 അപ്പസ്തോലന്മാര്, കർത്താവിന്റെ ശിഷ്യന്മാര് കൂടെയുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന പൊതുവേദിയിൽ മാർത്ത ഈ തൈലവും എടുത്തു വന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. ലൂക്കോസ് 10:42 അവൾ ഇരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനായിട്ടാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളിലേക്ക്, അവസാന നിമിഷത്തിലേക്ക് കർത്താവ് പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ നാഴികയോട് അടുത്തിരിക്കുന്ന സമയത്ത് മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ തന്നെയാണ് നമ്മൾ മറിയെ കാണുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ മറിയ കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ടല്ല, കർത്താവിന് അർപ്പിക്കുവാനായിട്ടാണ് മറിയ അവിടെ വന്നിരിക്കുന്നത്. ആ മറിയ ചെയ്യുന്ന പ്രവൃത്തി വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാണ്. അവൾ യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് അവൾ തൻ്റെ തൈലം യേശുവിന്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 2 നിലയിലുള്ള വിഷയമാണ് നമുക്ക് ഒന്ന്, കർത്താവിന് മറിയയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു എന്നതാണ് ഇവിടെ വെളിപ്പെടുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് തലമുടി എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മഹത്വം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ആ വിഷയം, നീണ്ട മുടി അത് സ്ത്രീക്ക് മഹത്വമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും വിലമതിക്കുന്ന, ഏറ്റവും അലങ്കരിച്ചു കൊണ്ട് നടക്കുന്ന, ഏറ്റവും വിലരുതായിട്ട് കാണുന്ന ഒന്നാണ് തലമുടി. അപ്പോൾ ഇവിടെ കർത്താവ് ചെയ്യുന്ന, ഈ മറിയ ചെയ്യുന്ന പ്രവൃത്തി തലമുടി കൊണ്ട് കർത്താവിന്റെ കാൽപാദം അല്ലെങ്കിൽ കാല് തുടയ്ക്കുകയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ തൈലം ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രാധാന്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ കർത്താവ് വളരെ കൃത്യമായിട്ട് ആ ചിത്രീകരണം തരികയാണ്. കർത്താവിന്റെ കാല് തന്റെ മഹത്വമായിരിക്കുന്ന തലമുടി കൊണ്ട് തുകർത്തുവാൻ തക്കവണ്ണം ഒരു ദാസരൂപത്തിലേക്ക്, ഏറ്റവും വിധേയപ്പെട്ട മനോഭാവത്തിലേക്ക് അവൾ താഴ്ന്നിറങ്ങുകയും കർത്താവിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയും, അല്ലെ കർത്താവിനെ ദൈവമായി മഹത്വവാനായി അറിഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ചിത്രം കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഫലമെന്ന് പറയുന്നത്, ആ വീട്, അതിന്റെ 3-ാം വാക്യം അവസാന ഭാഗത്ത് വായിക്കുന്നത്, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആരാധനയുടെ ശരിയായ അനുഭവം, ഇപ്പോൾ ഇന്ന് സഹോദരന്മാർ ഇവിടെ ഇരുന്നപ്പോൾ ജോൺസൺമാരൊക്കെ ആ വിഷയം സംസാരിക്കുന്നു. ആരാധന, ശരിക്കും ഒരു ആരാധനയുടെ അനുഭവം പല സഭകളിലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് കാണും. എന്നാൽ പല സഭകളിലും ആരാധനയുടെ അനുഭവം ചത്ത അനുഭവത്തിന്റെ അനുഭവത്തിൽ ഇതൊന്നും അവിടെ ആരാധനയാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന്റെ ശരിയായ വിഷയം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൂടി വരുന്ന സ്ഥലത്ത് ആരാധനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ ഈ ഒരു മനോഭാവത്തിൽ ഞാൻ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് കൂടി വരുന്നതെന്നുള്ള ആ ബോധ്യം ഉള്ള വ്യക്തികൾ കർത്താവിന് വേണ്ടി അർപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ചെലവേറിയതായിരിക്കുന്ന, ഏറ്റവും ഉത്തമമായിരിക്കുന്ന, നമ്മൾ പറയാം ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാനായിട്ടാണ് ദൈവം തരുന്നത്. പക്ഷെ അത് ആരാധനയുടെ ഏറ്റവും സൈദ്ധാന്തികമായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകരുന്ന അനുഭവം, എത്രത്തോളം വിധേയത്വത്തോടു കൂടിയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ചിത്രീകരണം മറിയയുടെ ജീവിതത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് തരുമ്പോൾ കർത്താവിനെ എങ്ങനെ ആരാധിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം അവിടെ ലഭിക്കുക. അവിടെ
അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഇസ്കറിയാത്ത യൂദ ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ നെഗറ്റീവായിട്ട് സംഭവിച്ച വിഷയത്തെക്കാൾ ഉപരി അവിടെ ഹൈലൈറ്റ് ആയിട്ട് ഉയർന്നു നിൽക്കുന്ന വിഷയം, അവൾ അർപ്പിച്ച ആ പരിമള തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് ആ വീട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ, മാർത്ത അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്, ലാസറും കൂടെയുള്ളവരും യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുകയാണ്. മറിയ ഈ തൈലം പൊട്ടിച്ച് അവിടെ ഒഴിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും സൗരഭ്യം ആസ്വദിക്കുവാനായിട്ട്, ആ കോസ്റ്റ്ലി ആ തൈലത്തിന്റെ ആ സുഗന്ധം ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്ത ആരാധനാ അർപ്പണത്തിന്റെ ഫലം ആ വീട്ടിലുള്ള എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ കർത്താവിന്റെ സാന്നിധ്യത്തെ മറിയ വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. മറിയയ്ക്ക് തന്റെ ഏറ്റവും ജീവിതത്തിലെ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ആരാധന. വചനം പഠിക്കുന്നത് മറിയയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവൃത്തിയായിരുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിച്ചു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ മറിയയുടെ ആരാധനയെയും കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ താഴെ കാണുന്നത്. അപ്പോൾ മറിയയുടെ ജീവിതത്തിൽ കർത്താവിനുണ്ടായിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് കേവലം വാചികമായ വാക്കുകളിലുള്ള ഒരു സ്ഥാനമായിരുന്നില്ല, അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു സമർപ്പണമായിരുന്നു. ഈ കൂടെയുള്ള ശിഷ്യന്മാര് നമ്മൾ അവിടെ കാണുന്നുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാര്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ കർത്താവിന്റെ ഇടപെടലും മറിയയുടെ പ്രവൃത്തി തുടർന്ന് താഴോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ശിഷ്യന്മാർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് അതിന്റെ ശരിയായ ആശയം മനസ്സിലാകാതെ അവർ കുഴഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. ഈ മറിയ ഈ തൈലം ഒഴിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്കറിയാത്ത യൂദ അത് കൃത്യമായിട്ട് എടുത്ത് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വിലയേറിയ തൈലം ഈ കാലിൽ പൂശുന്നത്? മറ്റ് ശിഷ്യന്മാരുടെ ഹൃദയത്തിലും അതുപോലെ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വന്നിരിക്കാം. അവർ പൊതുവെ നിശബ്ദരാണ്. എന്നാൽ യൂദയുടെ ഹൃദയത്തിലാണ് അത് കൂടുതൽ റിയാക്ഷൻസ് ഉണ്ടാക്കിയത്. എന്നാൽ മറിയയെ സംബന്ധിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, തന്റെ കർത്താവിന്റെ സാന്നിധ്യം മറിയയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആരാധനയ്ക്കായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവരെല്ലാവരും അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കും ഇങ്ങനെ ആകാം എന്ന് ചിന്തിക്കുന്നത് തെറ്റായ രീതി. അതുകൊണ്ടാണ് പല സഭകളും ആത്മീയമായി തകർന്നു പോകാനായിട്ടുള്ള കാരണം. ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ രക്ഷിതാവിന്റെ, എന്റെ ദൈവത്തിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ ആരാധനയ്ക്കായിട്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്പിയറൻസ്, എന്റെ വസ്ത്രം, എന്റെ നിലപാടുകള്, എന്റെ സ്റ്റാൻഡേർഡ്, എന്റെ അപ്പിയറൻസ് എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഏറ്റവും മെച്ചമായിട്ട്, ഏറ്റവും യോഗ്യമായിട്ട് ചെയ്യണം എന്നൊരു ഡിസിഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള വിശ്വാസി എങ്ങനെയാണ് ഇരിക്കുന്നതല്ല. വചനത്തിന് ഒരു വ്യവസ്ഥിതി ആരാധനയോടുള്ള ബന്ധത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ മറിയ ഈ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ മറിയ ചെന്നിരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. അതൊരു പ്രോട്ടോകോളാണ്, ഒരു പെരുമാറ്റച്ചട്ടമാണ്. പുരുഷന്മാരുടെ ഒപ്പം കയറിയിരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല. പാദപീഠത്തിലാണ് മറിയ ഇരിക്കുന്നത്. പക്ഷെ മറിയ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറിയയുടെ ഹൃദയത്തിൽ കർത്താവിനായിട്ടുണ്ടായിരുന്ന സ്ഥാനമാണ് ഇവിടെ വെളിപ്പെടുന്നത്. അവൾ തന്റെ തലമുടി കൊണ്ട് കർത്താവിന്റെ കാൽപാദം തുടയ്ക്കുവാനായിട്ട് ഒരു ടവൽ ഉപയോഗിച്ച് ഒരു സെർവന്റ് അതിഥിയുടെ കൈ കഴുകുവാനായിട്ട്, കാല് തുടയ്ക്കുവാനായിട്ട് ഒരു ടവൽ കൊടുക്കുന്ന അതേ ലാഘവത്തോടെ, അതേ മനോഭാവത്തോടെ, അതേ ഇഷ്ടത്തോടെ, സമർപ്പണത്തോടെ മറിയ തന്റെ തലമുടി കൊണ്ട് കർത്താവിന്റെ പാദം തുടയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി. എന്നാൽ ഒരു അവിശ്വാസി ആ ആരാധനയെ കാണുമ്പോൾ, ഇതാണ് ഈ ആരാധനയുടെ മഹത്വം, ഒരു ആത്മീക സമർപ്പണമുള്ള വ്യക്തി, വിശ്വാസമുള്ള വ്യക്തി കർത്താവിനെ ആരാധിക്കുമ്പോൾ അവന് ചുറ്റുമുള്ളത് ഒന്നും ഒരു വിഷയമല്ല. 12 ശിഷ്യന്മാർ അവിടെയുണ്ട്, കർത്താവുണ്ട്, മറ്റു സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട്. മറിയയ്ക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. താൻ ഒരുക്കി വെച്ച തൈലം ഈ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് പൂശണം, തന്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം മറിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് വിശ്വാസത്തിന്റെ പ്രതിഫലനം. കാരണം അവൾ കർത്താവിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. എന്നാൽ യൂദ, അവിശ്വാസിയായിരിക്കുന്ന യൂദൻ കർത്താവിന്റെ കൂടെ നടക്കുകയാണെങ്കിലും അവന് കർത്താവിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. കർത്താവിനോടുള്ള ആ കർത്തൃത്വം അവൻ കൊടുത്തിട്ടില്ല. അവൻ കൂടെ നടക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് ദ്രവ്യത്തിന്റെ സഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടാണ്, അവൻ പണം സൂക്ഷിക്കുന്ന സഞ്ചി ഇസ്കറിയാത്ത് അവന്റെ കയ്യിലായതുകൊണ്ടാണ് അവിടെ യൂദ അങ്ങനെ പറഞ്ഞത് എന്ന് യോഹന്നാൻ എടുത്തു പറയുന്നു. എന്നാൽ അവിടെ ഈ യൂദ പറയുന്ന ഒരു പ്രത്യേക പ്രയോഗം അവിടെയുണ്ട്. അത്
4-ാം വാക്യത്തിൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കറിയാത്തവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. ഇത് ദരിദ്രന്മാരെ കുറിച്ചുള്ള ചിന്ത കൊണ്ടല്ല. ഇവിടെ ഒരു പ്രത്യേക വിഷയം, ഇതൊരു പാഴ്വേലയായിട്ട്, അതായത് 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയൊരു എമൗണ്ടാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വളരെ വിലയേറിയ ഒരു എമൗണ്ടാണ് ഈ 300 വെള്ളിക്കാശ്. ഇത് പാഴ്ചെലവ്, ഈ കർത്താവിന്റെ കാലിൽ ഇത് ഒഴിച്ചു കളയുന്നതിന് പകരം ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ അവിശ്വാസിയായിരിക്കുന്ന, രക്ഷിക്കപ്പെടാത്ത, ആത്മീക സമർപ്പണമില്ലാത്ത കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടെ ആരാധനയ്ക്ക് വേണ്ടി യോഗ്യമായി ചില നല്ലൊരു വസ്ത്രം ആരാധനയ്ക്ക് വേണ്ടി മേടിക്കുക, നല്ലൊരു ഷൂ ആരാധനയ്ക്ക് പോകാനായിട്ട് മേടിക്കുക, നല്ല നിലയിൽ പോകുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒരു പാഴ്വേലയാണ്. കർത്താവ് ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയം സ്ട്രെയിറ്റ് ആയിരുന്നാൽ മതി എന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ പുറത്തേക്ക് വരും. നമ്മുടെ ഹൃദയം, നമ്മൾ സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. നമ്മുടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആസ് എ മാൻ തിങ്സ് ഇൻ ഹിസ് ഹെർട്ട് സോ ഹി ബിക്കംസ് ഓർ ഹി ഈസ് എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ ആകുന്നു. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ആരാധനയ്ക്കായിട്ട് നാം പോകുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു വിശ്വാസി ആരാധനയ്ക്കായിട്ട് സഭാഹോളിലേക്ക് വരുമ്പോൾ ആ വിശ്വാസിക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ അപ്പിയറൻസ് നോക്കിയാൽ മതി. ഈ ആരാധന എന്ന് പറയുന്നത് സ്തോത്രം ചെയ്യുന്നതും പ്രബോധനം പറയുന്നതും മാത്രമല്ല ആരാധന, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വിഷയമാണ്. എന്ന് പറയാൻ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ സംസാരം, നമ്മുടെ നില, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ പ്രബോധനം, ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഇന്ന് അതെല്ലാം അങ്ങ് ഡൈല്യൂട്ട് ചെയ്തിരിക്കുക. ദൈവം കൃപാലുവായതുകൊണ്ട്, കർത്താവ് കൃപാലുവായതുകൊണ്ട് എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്ക് സ്ഥലസഭകൾ മാറിയതുകൊണ്ട് പലർക്കും ഇങ്ങനെ കുത്തഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആരാധനയുടെ മഹത്വം പലർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആരാധനയുടെ മഹത്വം മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാതെ വരും. ഇവിടെ യൂദയ്ക്ക് പറ്റിയ വിഷയം അതാ. ഇതിന്റെ അടിസ്ഥാന കാരണം ഈ കർത്താവിനെ കുറിച്ച് ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. യൂദയുടെ ജീവിതത്തിൽ ഈ പണസഞ്ചി സൂക്ഷിക്കുമ്പോൾ ഇതിനകത്തേക്ക് എന്തേരെ വരണം, എന്നിട്ട് ഇതിനകത്തുനിന്ന് എന്തേരെ എടുത്തു മാറ്റണം. യൂദ പല സന്ദർഭങ്ങളിൽ ചോദിക്കുന്നത് ഈ പാഴ്വേല എന്തിനാണ്? നമ്മൾ ഇതിനു മുമ്പ് കർത്താവിന്റെ തലയിൽ ഒരു സ്ത്രീ തലയിൽ ഒഴിക്കുന്നതായിട്ട് നമ്മൾ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ യൂദ കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വെറും ചിലവ് എന്തിന്? അപ്പൊ കർത്താവിന്റെ തലയിൽ അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തൈലാഭിഷേകം ചെയ്യുമ്പോൾ, കർത്താവിനായിട്ട് അർപ്പിക്കുമ്പോൾ യൂദയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിശ്വാസിയെ സംബന്ധിച്ച് അതൊരു പാഴ്വേലയാണ്, അതൊരു സമയം കളയല്ല, ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ യൂദയ്ക്ക് കർത്താവിന്റെ മഹത്വം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആരാധന എന്ന് പറയുന്നത് അവൻ ആരാധനയെ പുച്ഛിക്കുന്ന ഒരു മനോഭാവമുള്ളവൻ. എന്ന് പറഞ്ഞാൽ ഈ മറിയ കർത്താവിന്റെ സന്നിധിയിൽ ഈ 1 വർഷത്തെ അധ്വാന ഫലം കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ അതിന് യാതൊരു വിലയും, ഇതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അത് ഈ പണസഞ്ചിയിലോട്ട് ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ കർത്താവിന് ഈ യൂദയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഇന്ന് പല വിശ്വാസികളുടെയും അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? ഈ യൂദയെ പോലെയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നാം ആരാധിക്കുന്നവരാണെങ്കിലും ആരാധനയോടുള്ള നമ്മുടെ മനോഭാവം ഈ 2-2.5 മണിക്കൂർ ആ സൺഡേ ചെന്ന് കർത്താവിന് വേണ്ടി ഇരിക്കുന്ന ചിലർക്ക് അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതിന് കാരണം മറ്റു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നിൽക്കുന്നത്. ഇവിടെ യൂദ വളരെ ഒരു ആത്മീകനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരെ കുറിച്ച് വളരെ ഭാരമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ യോഹന്നാൻ കൃത്യമായിട്ട് അത് പറയുകയാണ്. ഇത് 6-ാം വാക്യം, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളൻ ആകൊണ്ടും പണസഞ്ചി അവന്റെ പക്കലായതുകൊണ്ട് അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും എത്ര എന്ന് പറഞ്ഞു. ഈ ദൈവാത്മാവ് ഒരു വാക്യത്തിൽ കൊടുക്കുന്ന വിഷയത്തിന്റെ വിശദീകരണം മറ്റൊരു ഭാഗത്താണ്. ഇവിടെ മത്തായി സുവിശേഷത്തിൽ ഈ വെറും ചിലവ് എന്ത്, ഈ പാഴ്ചിലവ് എന്തിന് എന്ന് യൂദ ചോദിക്കാനായിട്ടുള്ള കാരണം, ഈ 300 വെള്ളിക്കാശ് ഈ പണസഞ്ചിയിലേക്ക് വന്നാൽ പല വിഷയങ്ങളുടെ പേരിൽ കണക്കെഴുതി തള്ളുക. ഇന്നുള്ള സ്വഭാവമുള്ളവരായി കണക്കെഴുതുന്നത്. പല കണക്കന്മാരുടെ അവസ്ഥ ഇതാണ്. ഇവര് പല പേരിലേക്ക് കണക്കുകൾ എഴുതി തള്ളി സ്വന്തം കീശയിലോട്ട് അതെല്ലാം രംഗത്തുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, ഇവൾ ചെയ്ത പ്രവൃത്തി
അപ്പോൾ ഈ യൂത ഈ വിഷയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറിയ തന്നെ അവിടെയുള്ള ബാക്കിയുള്ളതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറിയ ഹ്യൂമിലിയേറ്റഡ് ആകാം. എന്നാൽ കർത്താവ് അവളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, യേശുവോ അവളെ വിട്ടേക്കുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ഇവിടെ കർത്താവ് ഇൻഡയറക്ട്ലി ശിഷ്യന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയം തന്റെ നിര്യാണ കാലം അടുത്തു, അല്ലെങ്കിൽ താൻ മരിക്കുവാനായിട്ടുള്ള നാഴിക വന്നിരിക്കുന്നു എന്നുള്ള സൂചന കർത്താവ് അവിടെ കൊടുക്കുക. എന്റെ ശവസംസ്കാരത്തിനായിട്ട് ഇവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. നീ അവളുടെ അധ്വാനത്തെ, നീ അവളുടെ സമർപ്പണത്തെ വിമർശിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഏറ്റവും ലളിതമായ ചിത്രം, ഒരു വിശ്വാസി ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ അതിനെ വിമർശിക്കുന്നതിനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതിന്റെ ഗുണപാഠം. മറിയ യേശു ആരെന്ന് മനസ്സിലാക്കി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കർത്താവിന് നൽകി, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യാഗം അർപ്പിച്ചു. അവളെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്വമുള്ള വിഷയമാണ് അവളുടെ തലമുടി. അത് കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന്റെ പാദം തുടയ്ക്കുവാനായിട്ട് അവൾ ഉപയോഗിച്ചു. സൗരഭ്യം അവിടെയുമുണ്ട്. കർത്താവ് യഹൂദൻ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ യാത്ര ചെയ്ത് വന്നതിന് ശേഷം കാലിൽ കഴുകിയാണ്, കാല് വൃത്തിയോടുകൂടി തന്നെയാണ് പന്തിക്കിരിക്കുന്നത്. കാലിൽ തൈലം ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും തന്റെ മഹത്വമായിരിക്കുന്ന മുടി കൊണ്ട് ആരും പാദം തുടയ്ക്കാറില്ല. എന്നാൽ മറിയ കർത്താവിന്റെ പാദം തുടയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിശ്വാസികളെ സംബന്ധിച്ചോളം ആരാധന സമയം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ഒരു വെറും ചിലവാണ്, പാഴ്വേലയാണ്, സമയം കളയുന്ന പരിപാടിയാണ്. ഇന്ന് പല വിശ്വാസികൾക്കുള്ള പ്രശ്നം അത് തന്നെയാണ്. ആരാധനയ്ക്ക് മുമ്പ് തന്നെ, ആരാധന തീരും മുമ്പ് തന്നെ എണീറ്റ് ഓടുന്ന അവസ്ഥയിലാണ് പല വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളരെ സിമ്പിളാണ്. ഈ യൂതയുടെ മനോഭാവമാണ് പലപ്പോഴും വിശ്വാസികളെ ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുന്നതിലുപരി പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കുമുണ്ട്. ഇവിടെ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ വചനം പഠിക്കുവാനായിട്ടിരുന്നപ്പോൾ മാർത്ത വളരെ ബന്ധപ്പെട്ട അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ മറിയ കർത്താവിന്റെ പാദപീഠം, അത് വലിയൊരു ലോങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ മടുത്തു പോകത്തക്ക നിലയിലുള്ള ഒരു സമയദൈർഘ്യം. എന്നാൽ ഒരിക്കലും മറിയയ്ക്ക് അതൊരു മടുപ്പായിരുന്നില്ല. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് അവൾ വ്യക്തമായി മനസ്സിലാക്കി. ഇവിടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ 300 വെള്ളിക്കാശിന്റെ അർപ്പണം എന്ന് പറയുന്നത് ഒരു പാഴ്വെ ചെലവാണ്. അത് കർത്താവിന്റെ, പ്രത്യേകിച്ച് കർത്താവിന്റെ കാലിൽ അത് കർത്താവിനോട് ഡെഡിക്കേറ്റ് ചെയ്തു എങ്കിൽ, കയ്യിൽ കൊടുത്തിരുന്നു എങ്കിൽ അത് കുറച്ചുകൂടെ സ്വീകാര്യമായി. ഇവിടെ കൊടുത്തിരിക്കുന്ന വിഷയം കർത്താവിന്റെ പാദപീഠത്തിൽ അവൾ അർപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രീകരണം കൂടിയാണ്. ആരാധന നാം കർത്താവിന് മഹത്വം കൊടുക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മഹത്വങ്ങളെ കർത്താവിന്റെ പാദത്തിൽ അർപ്പിക്കുന്നതാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗീയ ആരാധന ചിത്രീകരണത്തിൽ മൂപ്പന്മാർ കർത്താവിന്റെ തങ്ങളുടെ മഹത്വങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിലിട്ട് ആരാധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ, ജീവനുള്ള കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ഭരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് കർത്താവിനെ ആരാധിക്കുന്ന അനുഭവത്തിൽ, കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ മഹത്വത്തെ വിധേയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയാം, ദരിദ്രന്മാർ, യൂദയ പറഞ്ഞ ആ വാക്കുകൾക്ക് ഒരു വിശദീകരണം കർത്താവ് കൊടുക്കുകയാണ് 8-ാം വാക്യത്തില്. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കൂടെയുണ്ട്, എന്നാൽ ഞാൻ ഇനി അധികകാലം നിങ്ങളുടെ കൂടെയില്ല. ഇനി എന്നെ നിങ്ങൾക്ക്, എന്റെ ശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അതിന് മുമ്പിലുള്ളത്. കർത്താവ് തന്റെ യാത്ര അല്ലെങ്കിൽ തന്റെ രക്ഷാദൗത്യത്തിന്റെ ആ പീക്ക് പീരീഡിലേക്ക് വന്നിരിക്കുക. അതിനെക്കുറിച്ച് സൂചനകൾ കർത്താവ് ഇവിടെ കൊടുക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ അതിന്റെ 9 മുതൽ 11 വരെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വിഷയം യോഹന്നാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്. യേശു ഉണ്ട് എന്നറിഞ്ഞു, അതുപോലെ ലാസറും ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ് രണ്ടുപേരെയും കാണുവാനായിട്ട് ധാരാളം യഹൂദന്മാർ അവിടെ വന്നു. അനേകർ അതിൽ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് യഹൂദന്മാരിൽ മഹാപുരോഹിതന്മാർ ചിലർ യേശുവിനെയും അതുപോലെ തന്നെ ലാസറിനെയും കൊല്ലണം എന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെ ദൈവിക പ്രവൃത്തി നടക്കുന്നു അവിടെയൊക്കെയും പ്രതിപ്രവർത്തനം അല്ലെ സാത്താന്യ പ്രവർത്തനം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കിവിടെ ലാസറിന്റെ ഉയർപ്പ്, ലാസർ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൽ 2 വിഷയമാണ് സംഭവിക്കുന്നത്. ഒന്ന്, യേശു കർത്താവിന് മരണത്തിന്മേലുള്ള അധികാരം കർത്താവ് കൃത്യമായിട്ട് ലാസറിന്റെ
ഉയർപ്പിനാൽ വെളിപ്പെടുത്തി കൊടുക്കുക. മരിച്ച 4 ദിവസം കഴിഞ്ഞാൽ ലാസർ, നമുക്കറിയാം കർത്താവ് മരിച്ച 3-ാം ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യത അത് എത്രത്തോളം വസ്തുതാപരമാണ്, കർത്താവിന് അതിലുള്ള അധികാരമുണ്ടോ എന്നത് ഇവർക്ക് മനസ്സിലാകത്തക്ക നിലയിലാണ് ലാസറിന്റെ ഉയർപ്പ് അവിടെ നിലകൊള്ളുന്നത്. ഇവിടെ കർത്താവിനോട് കൂടെ ഈ ലാസറും ഇരിപ്പുണ്ട്. അപ്പോൾ മരണത്തിന്മേൽ കർത്താവിനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് തന്റെ മരണത്തിന് മുമ്പ്, കർത്താവ് മരണത്തിങ്കിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് വെളിപ്പെടും വിധം ലാസർ പന്തിയിലിരിക്കുന്നു. ഈ ലാസർ നിമിത്തവും യേശുക്രിസ്തു നിമിത്തവും ഇവിടെ അനേകർ നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവന് ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാണ്. ലാസറിന്റെ ഉയർപ്പ് മുഖാന്തരം അനേകർ യേശുവിൽ വിശ്വസിക്കൊണ്ട് യേശുവിനെയും ലാസറിനെയും കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആത്മീക ചിന്ത എന്ന് പറയുന്നത്, കർത്താവിനെ നമ്മൾ വാസ്തവമായി ആരാധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ആരാധന അനുഗ്രഹീതമായി നടക്കുമ്പോൾ അവിടെ പൈശാചിക പ്രവർത്തനവും ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുണ്ടാകും എങ്കിൽ തന്നെ എന്ന് മനസ്സിലായി. ഇവിടെ യൂത അവിടെ ഒരു ട്രബിള് അല്ലെങ്കിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഓയിൽ എന്തിനാണ് കർത്താവിന്റെ പാദത്തിൽ ഒഴിക്കുന്നത്? ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നില്ല, അത് എന്റെ കയ്യിലോട്ട് തന്നാൽ മതിയായിരുന്നില്ലേ? ഈ വിശ്വാസികളുടെ ഒപ്പം അവിശ്വാസികളും കർത്താവ് പറയുന്നുണ്ട്, വിത്തിനോടുകൂടെ കളയും കൂടെ വളർന്നു വരുന്നുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഈ കളയ്ക്കനുസരിച്ച് വിത്ത് ഒരിക്കലും നീങ്ങുവാനായിട്ട് പാടില്ല. കള അതിലെ പൊക്കോട്ടെ, വിത്ത് ശരിയായ നിലയിൽ തന്നെ ഫലം പുറപ്പെടുവിക്കണം. അത് ഈ മറിയ, ഇസ്കറിയോത്ത യൂദ അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ മറിയ അവിടെ ഒഴിച്ച തൈലത്തിന്റെ സൗരഭ്യം ആ വീട് മുഴുവനും നിറഞ്ഞ് അവിടെ കർത്താവിന്റെ ഒരു ആരാധനാനുഭവം, സൗരഭ്യത്തിന്റെ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് കാണുവാനായിട്ട് കഴിയും. അത് നിമിത്തം എന്ത് സംഭവിച്ചു? അനേകർ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായി. ലാസർ അവിടെ ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നു. അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നു. യഹൂദന്മാർക്ക്, മഹാപുരോഹിതന്മാർക്ക് പക വർദ്ധിച്ചിട്ട് അവര് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ അതിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ രാജകീയ പ്രവേശനമാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇന്നിപ്പോ സമയം 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കും. അപ്പൊ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷന്റെ ഒരു സമ്മറി എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, മറിയ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തമാണ്, ഒരു സഹോദരിയാണ്. എന്നാൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിസിഷൻ, അവൾക്ക് കർത്താവിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, ആ കുടുംബത്തിലെ 3 പേരും ഒരുപോലെ കർത്താവിനെ സ്നേഹിച്ചവരാണ്. കർത്താവ് അവരെയും അതുപോലെ സ്നേഹിച്ചതാണ്. എന്നാൽ അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഈ 3 പേരിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് മറിയ തന്നെയാണ്. അതിനുള്ള കാരണം, ദൈവവചനത്തോട് ഈ 3 പേരും കർത്താവിനെ സ്നേഹിച്ചു, 3 പേരും കർത്താവിൽ വിശ്വസിച്ചു, കർത്താവ് ഈ 3 പേരെ സ്നേഹിച്ചു. എന്നാൽ മറിയ കർത്താവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിൽ നിന്ന് കേൾക്കുവാൻ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ആ ഡെഡിക്കേഷൻ നിമിത്തം എന്തു സംഭവിച്ചു? അവളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു ആരാധന കർത്താവിനെ അർപ്പിക്കുവാനായിട്ടിടെ. കർത്താവ് മരിക്കും മുമ്പ് തന്നെ കർത്താവിന്റെ മരണത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തൈലം പൂശുന്ന ഒരു അനുഭവമായിട്ട് കർത്താവ് അതിനെ കാണുന്നു. ശരിയായ ആരാധന എന്ന് പറയുന്നത്, നമ്മളും കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് കർത്താവ് മരണത്തിലേക്ക് പോകുന്ന കർത്താവിനെ അല്ല നമ്മൾ കാണുന്നത്, മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഈ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവത്തെ കർത്താവ് വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നിലയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഇന്ന് അതിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോശമായ നിലയിൽ ലോകത്തിലുള്ള സകല ഭാഷാ ഭൂഷാദികളോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ ഇന്ന് മനുഷ്യർക്ക് ശങ്കയില്ലാത്തൊരു കാലത്താണ്, വിശ്വാസികൾക്ക് പലർക്കും ശങ്കയില്ലാത്തൊരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. എങ്ങനെ വേണേലും ദൈവസന്നിധിയിലേക്ക് വരാം, എങ്ങനെ ജീവിച്ചിട്ടും ദൈവസന്നിധിയിലേക്ക് വരാം എന്നൊരു ചിന്ത പല വിശ്വാസികളെയും ഭരിക്കുന്നുണ്ട്. എന്നാൽ മറിയ അങ്ങനെയായിരുന്നില്ല. മറിയ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ദൈവവചനം യഥാവിധി പഠിക്കുവാനായിട്ട് മറിയ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് ദൈവത്തെ യഥാവിധി ആരാധിക്കുവാനും മറിയയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ ശരിയായ ആരാധനയ്ക്ക് ശരിയായ വചനപഠനം ആവശ്യമാണ്, ശരിയായ ആത്മീക സമർപ്പണം. നാം എത്രത്തോളം നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ സമർപ്പണം. പലരും കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, കർത്താവ് അത്യുന്നതനാണ്, പക്ഷെ സമർപ്പണത്തിൽ പിന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് യൂദ കർത്താവിന്റെ കൂടെ നടന്ന ഈ പ്രവൃത്തിയൊക്കെ കണ്ടെങ്കിലും യൂദയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അല്പം പോലും ബഹുമാനം, ആദരവ് അല്ലെങ്കിൽ ദൈവമാണ് എന്നുള്ളൊരു സ്ഥാനം ഒരിക്കലും യൂദ കർത്താവിന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ഈ ദ്രവ്യം
കയ്യിൽ വരുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദ്രവ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കർത്താവിനെ കണ്ടിരുന്നത്, കർത്താവിനോടുള്ള ശുശ്രൂഷയെ കണ്ടിരുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യോഹന്നാൻ കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിച്ച ശിഷ്യന്മാരിൽ ഒരുവനാണ് യോഹന്നാൻ. യോഹന്നാൻ പറയുകയാണ്, ഇവനാണ് പണസഞ്ചി സൂക്ഷിച്ചത്, ഇവൻ ഇതിൽ നിന്ന് കൈയിട്ട് വാരുമായിരുന്നു. ഈ കൈയിട്ട് വാരുന്നതിനെ കള്ളൻ എന്ന് തന്നെ വിളിച്ചു. അവൻ കള്ളനായതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അവന്റെ ഐഡന്റിറ്റി കള്ളൻ എന്നുള്ളതാണ്. മറിയയുടെ ഐഡന്റിറ്റി എന്തായിരുന്നു? അവൾ കർത്താവിനെ വളരെ സ്നേഹിച്ചു. അപ്പോൾ ഈ രണ്ട് കൂട്ടം ആളുകളും ഈ ശിഷ്യഗണത്തിലുമുണ്ട്. എന്നാൽ നമ്മുടെ മനോഭാവം മറിയയുടെ മനോഭാവം പോലെ കർത്താവിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നാം ഏറ്റവും മഹത്വരമായി കാണുന്ന, നാം ഏറ്റവും വലിയ കാര്യമായി കാണുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അത് സമ്പത്തായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, തലമുടി ആയിക്കോട്ടെ, എന്താണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ, ഏറ്റവും ശ്രേഷ്ഠമായത്, നാം ഏറ്റവും വിലമതിക്കുന്ന വിഷയം കർത്താവിന് കൊടുക്കുവാൻ, അതിനുവേണ്ടി അല്പം ത്യാഗം സഹിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 300 വെള്ളിക്കാശിന്റെ തൈലം നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കർത്താവിന്റെ തലയിൽ ഒരു സ്ത്രീ വെൺകൽ ഭരണി തൈലം, ആ ഭരണിക്ക് തന്നെ വലിയൊരു എമൗണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൈലത്തിനും അതുപോലെ. അപ്പൊ കർത്താവിനെ ആരാധിക്കാൻ ദൈവസേനയിലേക്ക് വരുന്നവര് അവരുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ അധ്വാനം അത് നിസ്സാര കാര്യമല്ല. ഇന്നിപ്പം 5 ലക്ഷമൊക്കെ ആനുവലിംഗം ഉള്ളവരുണ്ട്, 10 ലക്ഷം ഉള്ളവരൊക്കെ ഇന്നും ഉണ്ട്. അപ്പം അത് അതുപോലെ കൊണ്ട് കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു വിഷയം. ബാക്കി ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്നാൽ മറിയ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പഠിച്ചപ്പോൾ, പ്രാപിച്ചപ്പോൾ, കർത്താവിന്റെ ജീവിത ഉദ്ദേശം, അവൻ വാഗ്ദത്തം വശികയാണ്, അവൻ പെസഹ കുഞ്ഞാടാണ് എന്നുള്ള വിഷയം മനസ്സിലാക്കിയപ്പോൾ കർത്താവിന്റെ മരണത്തെ മുൻകണ്ടുകൊണ്ട് കർത്താവിന്റെ ശരീരത്തിൽ ഈ തൈലം പൂശുവാനായിട്ട് അവൾ ഒരു എമൗണ്ട്, ഏറ്റവും വലിയൊരു എമൗണ്ട് മാറ്റി വെച്ചിരുന്നു. എമൗണ്ട് മാത്രമല്ല മാറ്റിവെച്ച് ഈ തൈലം മേടിച്ച് അവൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവ് പെസഹയ്ക്ക് മുമ്പ് അവിടെ വരും. അത് മറിയയുടെ ഒരു വിശ്വാസം. കാരണം ആ കുടുംബമായിട്ട് അങ്ങനെ ഒരു ബന്ധം കർത്താവിനുണ്ട്. അവിടെ കർത്താവ് വന്നപ്പോൾ സമയമൊട്ടും വൈകാതെ കൃത്യസമയത്ത് മറിയ അത് അർപ്പിക്കുവാനായിട്ട് ഇടയായി. അവിടെ ചുറ്റുമുള്ള ആളുകൾ വിഷയമായിരുന്നില്ല, വിമർശനങ്ങൾ വിഷയമായിരുന്നില്ല. അവൾ കർത്താവിന് വേണ്ടി കരുതൽ കൃത്യമായി കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിച്ചു. അത് നിമിത്തം ആ വീട്ടിൽ സൗരഭ്യം പകരുവാനായിട്ട് ഇടയായി. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം വ്യക്തിപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വരും തലമുറകൾക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു മഹത്വവും ഭയവും ദൈവഭയവും ഉണ്ടാകണമെങ്കിൽ ഇന്ന് നാം കർത്താവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ആ ഡ്യൂ റെസ്പെക്ട് നമ്മുടെ കർത്താവിന് കൊടുത്തിട്ട് വേണം കർത്താവിന്റെ സന്നിധി വരാൻ. നമ്മൾ കർത്താവിന്റെ സന്നിധി ആരാധിക്ക് വരുമ്പോൾ നാം കർത്താവിനെ ആരാധിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കും നമ്മുടെ ആരാധന കാണുന്ന മറ്റുള്ളവർക്കും ഉണ്ടാകത്തക്ക നിലയിൽ ഒരു സമർപ്പണം, ഒരു ഡെഡിക്കേഷൻ, ആ നിലയിലൊരു അപ്പിയറൻസ്, ഒരു ഒരുക്കം നമുക്കുണ്ടാകേണ്ടത് ആവശ്യം. അപ്പോൾ ഇത് സംഭവിക്കും, വിമർശിക്കുന്ന എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പുറം ഉണ്ടാവും. ഇവിടെ യൂദായെ പോലെ അവിശ്വാസം, വേണ്ടത്ര ആത്മീക ഉൾക്കാഴ്ച ഇല്ലാത്തവർ ഒരു പക്ഷെ നമ്മുടെ അത് ഔട്ട്ഡേറ്റഡ് ആണ്, ഓൾഡ് അപ്പിയറൻസ് ആണ്, ന്യൂജൻ അല്ല എന്നൊക്കെ വിമർശിക്കാം. പക്ഷെ ദൈവം മാനിക്കുന്നത് ഈ സമർപ്പണത്തെ. പഴയ നിയമകാലത്ത് ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് ദൈവം ഒത്തിരി പ്രമാണങ്ങൾ വെച്ചിരുന്നു. ആ പ്രമാണങ്ങൾക്ക് ഇന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആചാരങ്ങൾക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, പ്രമാണങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവസന്നിധിയിലേക്ക് കൃപ വർദ്ധിക്കുന്നുണ്ട് എങ്കിലും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ മറിയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അർപ്പിക്കുവാനായിട്ട് ഇടയാകും. യൂദയെ പോലെ അനേകം ആളുകൾ കാണാം. എന്നാൽ ഈ മറിയെ പോലെ അർപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ കർത്താവ് ഈ കുടുംബത്തെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ കർത്താവ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കാണുവാനായിട്ട് ഇടയാകും. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കുവാനും കർത്താവിൽ വിശ്വസ്തരായിരിക്കാനും ഈ പഠന മുഖാന്തരം കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.